ഞാൻ അവരോട് സമ്മതം ചോദിച്ചു. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പെർമിഷൻ തന്നു. അവരുടെ വീടാണ്. आप क्या काम करते हैं भाई? देसी. हाँ ओके ओके. मंदिर है. हाँ. ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുറേ കാലമായി വീഡിയോ ചെയ്തിട്ട്. കൊറോണ കാരണം എങ്ങോട്ടും പോകാറുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഗുജറാത്തിലെ ഗ്രാമത്തിലൂടെ നടക്കുകയാണ്. ഏകദേശം ഒരു 30 കിലോമീറ്ററാണ് ഞാൻ നടക്കാൻ ഉദ്ദേശിക്കുന്നത്. ജാംനഗർ ടൗണിൽ നിന്ന് വച്പഞ്ചാര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പം ഒരു പ്രതീക്ഷിക്കുന്നത് ഒരു 7-8 മണിക്കൂർ വേണ്ടി വരും അവിടെ എത്താൻ എന്നാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിങ്ങനെ നടക്കാൻ തീരുമാനിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് കുറേ കാലം വീട്ടിലിരുന്നിട്ട് ഞാൻ നന്നായിട്ട് തടി കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ തടിയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രാവിലെ ഒരു 8:30 മണിക്കാണ് ഞാൻ നടക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം ഒരു 9:30 മണിയായിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് ആകെ നടന്നിട്ടുള്ളത് ഒരു 4 കിലോമീറ്ററോളം ആയിരിക്കും. ആവറേജ് ഒരാൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് 5 കിലോമീറ്റർ നടക്കാൻ കഴിയും. അപ്പോൾ ആ പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ തുടക്കമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ശരിയാവും. അപ്പോൾ ഇനി വഴിയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങനെ പോകാം. യൂട്യൂബ് ചാനലല്ലേ മറ്റേ ഇതാണ് ഒറിജിനൽ കടല. നമ്മൾ മറ്റേ പുട്ടിനൊക്കെ ഒഴിക്കുന്ന കടലയാണ്. ആ കടല വേർതിരിക്കുന്നതാണ് ഇതിൽ നിന്ന്, അതിൻ്റെ ചെടിയിൽ നിന്ന്. ഈ ചെടിയിൽ ഇങ്ങനെയാണ് കടല ഉണ്ടാവുക. മേരാ മുസാഫിർ. हाँ, ये भी बड़ा बना नहीं है ना, अभी छोटा है. नहीं, वो अगला दाना आपने तोड़ा ना, इसलिए ये सब बड़ा हुआ है. ये सब आएगा. ഇതാണ് സാധനം കടല. നമ്മൾ പുട്ടിനൊക്കെ കഴിക്കുന്ന കടല. അത് ഈ ചെടിയിലാണ് ഉണ്ടാവുന്നത്. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് അത് വേർപ്പെടുത്തുന്നത്. भैया आपका नाम क्या है? दिनेश. दिनेश भाई. इसका नाम पूनम है. पूनम भाई. पूनम बहन. हाँ. ഓക്കെ ബൈ, ശുക്രിയ. നമ്മൾ ഒരു ചായ കുടിക്കാൻ നിർത്തിയതാണ്. പുള്ളി നമ്മളൊരു പരിചയക്കാരനാണ്.
നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞ്. അപ്പോൾ ഈ 10 കിലോമീറ്റർ നടന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് രഞ്ജിത് സാഗർ എന്ന് പറഞ്ഞ ഒരു ഡാമുണ്ട് ഇവിടെ. ആ ഡാമിലേക്ക് പോകുന്ന റോട്ടിലാണ്. ഈ വഴിയാണ് രഞ്ജിത് സാഗർ ഡാമിലേക്ക് പോകുന്നത്. ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഇവിടെയാണ് ഡാം ഉള്ളത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഡാമിൻ്റെ അടുത്തുകൂടെ പോകും. അപ്പോൾ ഡാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ എൻ്റെ സ്ഥലത്ത് നിന്ന് ഏകദേശം ഇങ്ങോട്ട് ഒരു 10 കിലോമീറ്ററാണ് ഉള്ളത്. ഇതാണ് രഞ്ജിത് സാഗർ ഡാം. ജാംനഗറിലെ ഒരു പ്രധാനപ്പെട്ട വാട്ടർ സോഴ്സാണിത്. അപ്പോൾ ഇവിടുത്തെ പഴയ രാജാവായിട്ടുള്ള മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ പേരിലാണ് ഇതുള്ളത് ഡാം. ഡാമിൻ്റെ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അവിടേക്കുള്ള പോകാനുള്ള വഴിയാണ് ഞാൻ നേരത്തെ കാണിച്ചത് അവിടുന്ന്. ഇത് രഞ്ജിത് സാഗർ ഡാമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്. ഒരു കാട് പോലെ ഒരു സ്ഥലം. ഒരു വെറൈറ്റി കണ്ടപ്പോൾ ഞാനൊന്ന് കയറി നോക്കിയതാണ്. ഇവിടെ ഇഷ്ടംപോലെ പക്ഷികളെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പക്ഷികളെ കാണാൻ പറ്റുമോ എന്നാണ് പോയി നോക്കുന്നത്. അവിടെ ഉണ്ട്. നമ്മൾ ഇതുവരെ വന്ന വഴി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. തീരെ തണലോ പച്ചപ്പോ ഒന്നുമില്ല. മെയിൻ റോഡിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. ഏകദേശം ഇപ്പോൾ നമ്മൾ 30 കിലോമീറ്ററാണ് നടക്കാൻ പ്രതീക്ഷിച്ചത്. അതിൽ ഏകദേശം ഒരു 1/3 ഭാഗം ഇപ്പം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. भाई ये मिट्टी आपका कहाँ से मिलेगा? मिट्टी कहाँ से मिलेगा? ഇതാണ് ഇഷ്ടിക ചൂള. ഇവിടെ ഇഷ്ടിക ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് എവിടെ നിന്നാണ് അതിൻ്റെ ഉള്ളിൽ തീ കൊടുത്തിട്ടുള്ളത്? തീ കത്തുന്നുണ്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ട്. ഇത് ഈ കാണുന്നത് പച്ച ഇഷ്ടിക വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. ഇനി ചുട്ട് കഴിഞ്ഞാലാണ് ഇങ്ങനെ ചുവപ്പ് കളറാകുന്നത്. പുക കൊണ്ട് കാണുന്നുണ്ടോ? ഈ ഏരിയയിൽ മൊത്തം ഒരുപാട് ഇഷ്ടിക കളങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ഇഷ്ടിക കളങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഒരു ഇഷ്ടിക കളത്തിലാണ് ഇപ്പോൾ നമ്മൾ പോയത്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഇവിടെ നിന്നാണ് അവർക്ക് ഇഷ്ടിക ഉണ്ടാക്കാനുള്ള കളിമണ്ണ് കിട്ടുന്നതെന്ന്. അപ്പോൾ നമ്മൾ കണ്ട രഞ്ജിത് സാഗർ ഡാം ഉണ്ടല്ലോ, രഞ്ജിത് സാഗർ ഡാം അടുത്താണ്. അപ്പോൾ രഞ്ജിത് സാഗർ ഡാമിൽ നിന്നാണ് അവർക്ക് ഈ പറയുന്ന ഇഷ്ടിക ഉണ്ടാക്കാനുള്ള മണ്ണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ഏരിയയിൽ ഒരുപാട് ഇഷ്ടിക കളങ്ങൾ. അപ്പോൾ അവിടെ നമ്മൾ ചെന്നപ്പോൾ ഇഷ്ടിക മണ്ണ് കുഴയ്ക്കുന്ന മെഷീനൊക്കെ ഉണ്ട് അവരുടെ അടുത്ത്. മണ്ണ് കുഴയ്ക്കാനുള്ള മെഷീനുണ്ട്. ഭയങ്കര സൗണ്ടായിരുന്നു മെഷീൻ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടുന്ന് വീഡിയോ ഒന്നും സംസാരിക്കാതിരുന്നത്.
ഗുജറാത്തിലെ എല്ലായിടത്തും ഇതേപോലെ നമ്മൾ ഒരു 10 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലായിടത്തും ഇതുപോലെയുള്ള ധാബകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ധാബയിൽ അതുപോലെ കയറിയതാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ കിട്ടും, ലഞ്ചും പിന്നെ ചായ, സ്നാക്സ് അങ്ങനെ എല്ലാം. അത് ഗുജറാത്തിലെ എല്ലാ ഹൈവേയിലും ഇതുപോലെ ഉണ്ടാവും. ഒരു 10 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ എല്ലായിടത്തും ഉണ്ടാവും. നമ്മളിപ്പോൾ ഏകദേശം പകുതിയോളം ദൂരം നടന്നു കഴിഞ്ഞു. ആദ്യത്തെ 10 കിലോമീറ്റർ വലിയ ക്ഷീണം ഉണ്ടായിരുന്നില്ല. പിന്നത്തെ 5 കിലോമീറ്റർ കുറച്ച് ഒരു പ്രയാസമുണ്ട്. എന്നാലും കുഴപ്പമില്ല. ലഞ്ച് ബ്രേക്ക് എടുക്കാനായിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു 5 കിലോമീറ്റർ കൂടി കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ട്രെച്ച് കുറച്ച് ടൈറ്റ് തന്നെയാണ്. കാരണം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ്, മരങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല ഉച്ച സമയമാണ്, ഇപ്പോൾ 1 മണിയായിട്ടുണ്ട് സമയം. അതുകൊണ്ട് തന്നെ നല്ല ചൂടുമുണ്ട്. മസിലൊക്കെ ചെറുതായിട്ട് വേദന തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു 5 കിലോമീറ്റർ കൂടി പോയിട്ട് റെസ്റ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു പ്രത്യേക സൈസ് വീട് കണ്ട, ഓല കൊണ്ട് പുല്ല് കൊണ്ടുണ്ടാക്കിയ വീടുകൾ. ഇത് ഗുജറാത്തിലെ ദൂദ്വാല എന്ന് പറയും, ഈ പോത്തിനെ വളർത്തുന്ന ആളുകളുണ്ട്, അവരുടെ വീടാണിത്. ഞാൻ അവരോട് സമ്മതം ചോദിച്ചു. അപ്പോൾ അവർ വീഡിയോ എടുക്കാൻ എനിക്ക് പെർമിഷൻ തന്നു. ഇതാണ് ഈ ചേട്ടന്, അവരുടെ വീടാണ്. ക്യാ കാം കർത്താ ഹൈ ഭായ്? ദേശി. ആ ഓക്കെ ഓക്കെ. मंदिर है. हाँ ഇതായ ഇവർ ഇതാണ് പോത്തിനെ വളർത്തുന്ന ആളുകളാണ്. दूध मिलता है ना. हाँ हाँ. आपका नाम क्या है भाई? राम भाई. हाय दीदी. घर थोड़ा अलग है ना इसे. मैं केरला से आया. हाँ जी. दीदी ഇതാണ് ഇവരുടെ വീട്. ഇത് ഒരു ടെമ്പററി ഷെൽട്ടർ പോലെയാണ്. ചില സമയത്ത് ഇവർ ഈ വീട് മാറിപ്പോവും. പക്ഷേ ഇവിടെയുള്ള ഈ വീടുകൾ ഞാൻ കുറേ കാലമായിട്ട് കണ്ടിട്ടുണ്ട്. कैसे भाई? मैं जामनगर में काम करता है. शिक्षक है. शिक्षक है. हाँ, इधर स्कूल में काम करता है. अभी घूमने के लिए आया. ठीक है. पैदल चलेंगे. वो बचपन सारा ना कितना दूर है इधर से? क्या बचपन सा? बचपन से क्या थोड़ी दूर. 55 सा. एक मिनट. ഇതാണ് ഇവരുടെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ. ഈ കോടിയാർ മാത എന്ന് പറയുന്നതാണ് ഇവരുടെ ദൈവം. അപ്പോൾ അതിൻ്റെ ഇവർ ചാരൻ എന്ന് പറയുന്ന ഒരു വിഭാഗമാണെന്നാണ് ഇവർ പറയുന്നത്. नहीं नहीं ഇതാണ് ഇവരുടെ ക്ഷേത്രം. അപ്പോൾ അവർ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ ഞാൻ ചോദിച്ചപ്പോൾ പെർമിഷൻ തന്നു. ഞാൻ ചോദിച്ചതല്ല, സത്യം പറഞ്ഞാൽ അവർ എനിക്ക് കയറി കണ്ടോ എന്ന് പറഞ്ഞതാണ്. ഇതാണ് അവരുടെ ദൈവം തോന്നുന്നു, കോടിയാർ മാത.
നമ്മളിപ്പോൾ പോയില്ല ഒരു വീട്ടിൽ അവർ ഈ പാല് കറക്കുന്ന ആളുകൾ. അപ്പോൾ അവിടുന്ന് അവർ ഭക്ഷണം കഴിക്കാനെ കുറേ നിർബന്ധിച്ചു. പിന്നെ വെള്ളം തന്നു അവസാനം. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് അവർ വിട്ടത്. വളരെ പാവപ്പെട്ടവരാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും അവരെ സ്നേഹം ഭയങ്കരമാണ്. ഞാൻ കുറേ നേരം അവരോട് സംസാരിച്ചിരുന്നു അവിടെ. പിന്നെ അവരുടെ ക്ഷേത്രം അവർ കാണിച്ചു തന്നു. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാനത് ഒഴിവാക്കി. എന്തായാലും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ യാത്രയിൽ. നമ്മൾ ലഞ്ച് ബ്രേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിപ്രോഡ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അത് പിപ്രോഡ എന്ന് പറഞ്ഞ ഗ്രാമം ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ കൂടിയുണ്ട്. ഒരു 3/4 മണിക്കൂർ കൊണ്ട് എത്തും. പിന്നെ ഇതുവരെ അങ്ങനെ സൈഡിലെങ്കിലും മരങ്ങളുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടെ മുതൽ സൈഡിലും മരങ്ങളില്ല, ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പിപ്രോഡ് എത്തിയിട്ടില്ല. പിപ്രോഡ് എത്താറായിട്ടുണ്ട്. ഏകദേശം ഒരു 2 കിലോമീറ്റർ കൂടി ഉള്ളൂ. പക്ഷെ ഇവിടെ നല്ലൊരു മരത്തണൽ കാണാനുണ്ട്. നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച്, കാരണം ഞാനിതുവരെ ഒരു ലോങ് ബ്രേക്ക് എടുത്തിട്ടില്ല. 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ ഒരു ലോങ് ബ്രേക്ക് എടുക്കണം. പിന്നെ ഭക്ഷണം കഴിക്കണം. ഒന്ന് എനർജി ബൂസ്റ്റ് ചെയ്തിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്രെഡ്, പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണ് ഷെസ്വാൻ ചട്നി എന്നാണ് ഇതിന് പറയൽ. ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. അത് ബ്രെഡിന് കോമ്പിനേഷനാണ്. പിന്നെ ഓറഞ്ച്, പേരക്ക, പഴം. പക്ഷേ ബ്രെഡും തിന്നാനുള്ള വിശപ്പ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇല്ല. കുറേ വെള്ളം കുടിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓറഞ്ചും പഴം ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ പിപ്രോട്ടോഡ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എത്തിയത്. ഇനിയും ഉണ്ട് ഒരു 5-6 കിലോമീറ്റർ, 7-8 കിലോമീറ്റർ ഇനിയും ഉണ്ട് ഇവിടുന്ന്. ഇപ്പോൾ ശരിക്കും ഞാൻ നന്നായിട്ട് തളർന്നിട്ടുണ്ട്. കയ്യും കാല് നല്ല കടച്ചിലുണ്ട്. അപ്പോൾ ഇനി എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അറിയില്ല. നോക്കട്ടെ. ഒരു 1.5 മണിക്കൂർ കൂടി നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. 5 മണി വരെ മാക്സിമം. അത് കഴിഞ്ഞാൽ തിരിച്ചു വരും. അപ്പോൾ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനി 1 കിലോമീറ്ററിൻ്റെ താഴെ ദൂരം മാത്രമേ ഉള്ളൂ. സമയം ഇപ്പോൾ ഏകദേശം 5 മണിയായി. അപ്പോൾ ലാസ്റ്റ് ദൂരം ഒരു 4-5 കിലോമീറ്റർ ഞാൻ കുറച്ച് സ്പീഡിൽ നടന്നു. കാരണം എനിക്കൊരു 5 മണിയാകുമ്പോഴെങ്കിലും എത്തിയിട്ട് വേണം തിരിച്ച് പോകാൻ. ഇതിനു മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ ദൂരം നടന്നിട്ടുള്ളത് 17 കിലോമീറ്ററാണ്. ഇതാണ് ആ റെക്കോർഡ് ഭേദിച്ച ആണ്. ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു 30 കിലോമീറ്റർ ഇങ്ങനെ നടക്കുന്നത്. അത് 17 കിലോമീറ്റർ നടന്ന തന്നെ ഒരു 20 വയസ്സാകുന്ന സമയത്താണ്. ഇപ്പോൾ ഏകദേശം 40 വയസ്സായി.
അപ്പോൾ നമ്മളെ ലക്ഷ്യം ഏകദേശം കൈവരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 10 കിലോമീറ്റർ വളരെ ഈസി ആയിരുന്നു, ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നത്തെ 10 കിലോമീറ്റർ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 10 കിലോമീറ്റർ ശരിക്കും നല്ല ടൈറ്റാണ്. അവസാനം നമ്മൾ വാഡ് പഞ്ചസാര എത്തി. ഇതാണ് വാഡ് പഞ്ചസാര. ഈ വണ്ടിക്കാരെ കണ്ട ഒരു പിക്കപ്പ്, അവർ എന്നെ വഴിയിൽ നിന്ന് കണ്ടപ്പോൾ വെള്ളം വേണമെന്നൊക്കെ ചോദിച്ച് നിർത്തി. ഒരു ചെറിയൊരു ടൗണാണ്, ചെറിയൊരു ഗ്രാമമാണ്, ഇനി നമ്മളെ പ്ലാന് ഇവിടുന്ന് ബസ് കിട്ടും. ബസ്സിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വെഹിക്കിളിൽ തിരിച്ചു പോകണം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.